അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ലൈവിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതിലേക്ക് കിടക്കുകയാണെങ്കിൽ, അത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ എന്നെ പഞ്ഞിക്കിട്ടതിന് ശേഷമാണ് ഞാൻ കൂടുതൽ പറഞ്ഞു തുടങ്ങിയത്. കൃത്യമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ജിഹാദ് എന്ന് പറയുന്ന സംഗതി. ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറയുന്നത് അതൊരു പൈശാചികത തന്നെയാണ്, അതൊരു ഈവിളാണ് എന്ന് നമ്മൾ പറയുന്നു. പൈശാചികത എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ വിശ്വാസികൾ, അപ്പോൾ നിങ്ങൾ പിശാചിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചില മദ്രസ ജീവികളെ നമുക്ക് കാണാം. തൽക്കാലം അങ്ങോട്ട് മാറി നിൽക്കുക. നിങ്ങൾ ആ ലെവലിലുള്ള ഉത്തരവൊന്നും പറയാൻ നമുക്കിപ്പോൾ നേരമില്ല. അത് ഇതൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥ. അപ്പോൾ അതുപോലും മനസ്സിലാകാത്ത നിങ്ങളടുത്ത് ഇനി അതിനേക്കാൾ വലിയ സംഗതികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അതിനാണ് നമ്മൾ കൂടുതൽ സമയം കളയേണ്ടത് എന്നതുകൊണ്ടാണ് നമ്മളതിന് പറയാൻ നിൽക്കാത്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ രാഹുൽ ഈശ്വർ മലക്കുകളുടെ സഹായത്തോടു കൂടി ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അപ്പോൾ മലക്കുകളിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് നടക്കുന്ന ചില തുമ്പുണ്ടാക്കാൻ നടക്കുന്ന കുറച്ച് കാക്കാമാരുണ്ട്. അവരോടും കൂടിയാണ് ഈ പറയുന്നത്. നിങ്ങളുടെ ആ നിലവാരത്തിലേക്ക് താഴാൻ നമുക്കിപ്പോൾ തൽക്കാലം സമയമില്ലാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾ തൽക്കാലം വേണമെങ്കിൽ വല്ല ഗൂഗിൾ അല്ലെങ്കിൽ ChatGPT നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണല്ലോ, അതിനകത്ത് ചോദിച്ചിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. പോട്ടെ. അപ്പോൾ എന്തായാലും ഈ ഒരു സംഗതി ജിഹാദ് ഈസ് ഈവിൾ അല്ലെങ്കിൽ അതൊരു പൈശാചികതയാണ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ചില തെളിവുകളൊക്കെ നമ്മളെപ്പോഴും വെച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. അതിലേറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, കേൾക്കാമല്ലോ അല്ലേ, സംസാരമൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഒരു അൽ-ഖൈദ ഓപ്പറേറ്റീവായിട്ട് ഒരു പർവീൻ എന്ന പേരുള്ള ഒരു ഒരു സുഡാപ്പികളുടെ സിംഗപ്പെണ്ണിനെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആൾ അവിടെ ജോലി ഒന്നുമില്ല, വീട്ടിലിരിക്കുന്നു. പക്ഷേ ഓൺലൈൻ നമ്മൾ ഇൻസ്റ്റഗ്രാമും അതുപോലെ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഇങ്ങനെ പ്രചരിപ്പിക്കുക, അതുപോലെ തീവ്രവാദ ആശയം അൽ-ഖൈദ മുന്നോട്ട് വെക്കുന്ന തരത്തിലുള്ള തീവ്രമായ ആശയങ്ങൾ, ഇസ്ലാമിൻ്റെ തന്നെ ആശയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അത് ക്രിയേറ്റ് ചെയ്ത് അതിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എന്ന് കണ്ടെത്തുകയും ആളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ ആയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത വാർത്ത ഇവിടെ വന്നിരിക്കുകയാണ്. അത് ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്ന സംഗതി. ഗസ്വായ ഹിന്ദ് അതിൻ്റെ പ്ലോട്ട് എക്സ്പോസ്ഡ്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ പെഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ അവിടെ ഈ തീവ്രവാദികൾ വന്നിട്ട്, ഇസ്ലാമിക തീവ്രവാദികൾ വന്നുകൊണ്ട് അവർ കലിമ ചോദിച്ചിട്ട്, ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ട്, കാഫിർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് തലവെട്ടുന്ന ഒരു കാഴ്ച നമ്മൾ വെടിവെക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിൽ കലിമ അറിയാവുന്ന ഒരു പ്രൊഫസർ, ഹിന്ദു പ്രൊഫസർ, ആ കലിമ ചൊല്ലിയിട്ട് തലനാരിഴക്ക് രക്ഷപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു മതം അവിടെ വരുന്നു. ആ തീവ്രവാദത്തിന് മതമുണ്ട്. ആ മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ആ തീവ്രവാദത്തിനൊരു ഇരയുണ്ട്. ആ ഇര എന്ന് പറയുന്നത് കാഫിറാണ്. ഇത്രയും നമ്മൾ പറയുമ്പോൾ അത് ഏതാണ് മതം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഇസ്ലാമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ വിശ്വാസികൾക്കും അതുപോലെ തന്നെ മറ്റു പല ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നത് അത് നമ്മളിപ്പോൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ ആ തീവ്രവാദത്തിന് പിന്നിലുള്ള മതം ഇസ്ലാമാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. ഇതാണ് അവരുടെ ഒരു തീട്ടൂരം. ഓക്കെ. അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു അറ്റാക്ക് വേറൊരു സ്ഥലത്തുണ്ടായി. അത് ഒരു ഹിന്ദു തീവ്രവാദിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സംഗതി വന്ന സമയത്ത് ഹിന്ദു തീവ്രവാദം എന്ന് പറയുന്നവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ പറഞ്ഞാൽ സാധാരണ ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടാകുമോ, അവർക്ക് വിഷമാകുമോ എന്നൊരു ചിന്തയും അവർക്കില്ല. അപ്പോൾ ഹിന്ദു തീവ്രവാദം എന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, എന്നാൽ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. അതിനോട് നമുക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്ത് പറയേണ്ടി വരുന്നതെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ അത് പറയുന്ന സമയത്ത് ഈ ഒരു പഹൽഗാം അറ്റാക്ക് നടക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്, അവർക്ക് അതിനുള്ള പ്രചോദനം എന്ന് ചോദിക്കുമ്പോൾ ഈ ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്ന ഒരു വിഷയം അവിടെ കടന്നു വരും. ഈ ഗസ്വ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കോൺക്വസ്റ്റ് എന്ന് പറയുന്ന സംഗതി, പിടിച്ചടക്കൽ എന്ന് പറയുന്നൊരു സംഗതി, അത് ഇസ്ലാമിൻ്റെ ഒരു സ്വപ്നമാണ്, ഇന്ത്യയെ പിടിച്ചടക്കുക. അപ്പോൾ ആ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന ആ ഒരു ഇങ്ങനെ നിൽക്കുന്ന ആ ഇന്ത്യ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകരം അവിടെ നമ്മളെ ഹിമാലയ പർവ്വതം, അതിൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സിന്ധു നദീ തടാകം, അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രദേശങ്ങളെ മുഴുവൻ ഹിന്ദ് എന്ന് വിളിക്കുന്ന ഒരു രീതി പണ്ട് കാലത്തെ ഉണ്ട്. മുഹമ്മദ് നബിയുടെ കാലത്തൊക്കെ അവർ വിളിച്ചുകൊണ്ടിരുന്നതാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ ഒരു പേര് വെച്ചുകൊണ്ട് തന്നെ ഈവൻ പേർഷ്യൻ ഇതിനകത്തൊക്കെ നമുക്ക് കാണാം സിന്ധ് എന്നൊക്കെ വിളിക്കുന്ന ആ ഏരിയ, അതുപോലെ ഹിന്ദ് എന്ന് വിളിക്കുന്നത്, ഇതെല്ലാം ഈ ഒരു ഭാഗമായിട്ട് കണക്കാക്കാം. അപ്പം അങ്ങനെയുള്ള പറഞ്ഞ ഒരു സംഗതിയാണ്. ഒരു ഹദീസ് തന്നെ അവിടെ കിടക്കുകയാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന ഗസ്വായ് ഹിന്ദ് അതിനകത്ത് പങ്കെടുത്ത ആളുകളും ഈസബിന് മറിയം എന്ന് പറയുന്ന ആൾ, എന്ന് വെച്ചാൽ നമ്മളെ യേശുവിൻ്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളും നരകത്തിൽ പ്രവേശിക്കില്ല, അവരെന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കും എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. അപ്പോൾ ഇതവിടെ വെച്ചുകൊണ്ട് ഈ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സംഗതിയെ വലിയ തോതിൽ നെഞ്ചിലേറ്റ്, അത് നെഞ്ചിലല്ലോ ഇവരെ ഏറ്റത് വേറെ സ്ഥലത്താണ്,
ലിംഗത്തിലേറ്റി നടക്കുന്ന ആളുകളാണ് സത്യത്തിൽ ഇതുപോലുള്ള ആളുകൾ. ഇവർ അതിനുവേണ്ടി കണ്ടെത്തിയ വഴി എന്താണ്? അത് ഈ ജിഹാദാണ്. ഈ ജിഹാദിലൂടെ ഇത് സാധ്യമാക്കുക, ഈ ഇന്ത്യയെ പിടിച്ചടക്കുക, അതൊരു ലക്ഷ്യമായിട്ട് കൊണ്ടു നടക്കുക, അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക. ഇതാണ് നമ്മൾ അവിടെ നടന്നത് എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ പിന്നിലുള്ള ചാലകശക്തി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചേതോ വികാരം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇന്നിപ്പോൾ ഒരു താത്തക്കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, താത്തക്കുട്ടിയുടെ പ്രശ്നം അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ്. അപ്പോൾ ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ ഹദീസ് തള്ളും. അങ്ങനത്തെ സ്ഥിരം നമ്മളുടെ താത്തമാരുടെ പരിപാടി അതിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓഡിയോ നമുക്ക് കേൾക്കാം. ഹദീസ് തള്ളുന്ന ഒരു താത്ത. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ഗസ്വായ് ഹിന്ദ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലോട്ട് അത് എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെയാണ് നമുക്കിവിടെ എനിക്ക് തീരെ പിടിച്ചില്ല. കാരണം അത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു ഹോമിയോപ്പതി പ്രാക്ടീഷണറാണെന്നാണ് അറിയുന്നത് മഹാരാഷ്ട്രയിൽ. ഞാനിത് വാർത്ത വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ, ഇത് ഒരു കാലത്ത് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പോകുന്നൊരു ഘട്ടത്തിൽ ഞാനൊക്കെ ഒരു വിശ്വാസിയായി നിലനിന്നിരുന്നൊരു സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോയത് ഇപ്പോൾ ആലോചിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ തുടർന്ന് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ഒരു വാർത്തയിൽ എൻ്റെ പേരൊക്കെ ആയിരിക്കും വരിക, പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ചില ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് പുറത്തുള്ള ഒരു സോഷ്യൽ പ്രഷറുണ്ട്, ഒരു ഡെമോക്രറ്റൈസിങ്, ഒരു സെക്യുലറൈസിങ് സോഷ്യൽ പ്രഷർ, അതല്ലെങ്കിൽ ഒരു കോ എക്സിസ്റ്റൻസിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രഷർ. ആ പ്രഷർ ഇവിടെ ശക്തമായതുകൊണ്ടും നമുക്ക് ഉണ്ടായിരുന്ന സുഹൃത്ത് വലയം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള കുറച്ചും കൂടിയും എന്താ പറയുക, ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട്, ഓൾ താങ്ക്സ് ടു മൈ നോൺ മുസ്ലിം ഫ്രണ്ട്സ് എന്ന് തന്നെ പറയും, അവരുണ്ടായതുകൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന സംഗതിയോട് നമുക്ക് സ്വയം ഒരു കലഹം ഉണ്ടാക്കാൻ സാധിച്ചതും, അതുപോലെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവരുടെ ഭാഗത്തുള്ള ശരികളെ ഒക്കെ കാണാനൊക്കെ നമുക്ക് സാധിച്ചതുകൊണ്ടാണ്. അതിന് പകരം ഞാൻ ഒരു ഹൊമോജനസ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ മാത്രം ചിന്തിക്കുക, കാണുക, അവരോടൊപ്പം ഇടപഴകുന്ന അങ്ങനെ ഒരു രീതിയിലായിരുന്നു ഞാൻ മുന്നോട്ട് പോയിരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന പേര് ഒക്കെ എൻ്റെ പേരിലും വന്നേനെ. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കോഎക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. അവിടെ എപ്പോഴും ഈ ഇസ്ലാമിൻ്റെ മേന്മയും ഇസ്ലാം ഇവിടെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ആ സ്വപ്നവും അതുമായിട്ട് നടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക. അതാണ് ഇവിടെയൊക്കെ സംഭവിക്കാറുള്ളത് പലപ്പോഴും. ആ ആ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഗതി, അത്തരത്തിലുള്ളൊരു സംഗതി ഒരു ഹലാൽ പിയർ ഗ്രൂപ്പായി കഴിയുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അവിടെ ഉടലെടുക്കാൻ സാധ്യതയുള്ള ചില ചിന്തകളിൽപ്പെട്ടതാണ് ഈ ജിഹാദി ചിന്ത എന്ന് പറയുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇനി അതിൽ തന്നെ ഇപ്പോൾ നമ്മളിവിടെ കണ്ടത് എന്താണ്? ഈ ഗസ്വായ് ഹിന്ദിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഹോമിയോപ്പതി പ്രാക്ടീഷണറാകുന്നു, ഒരു ഡോക്ടറാകുന്നു. ഡോക്ടർ എന്ന് വിളിച്ചിട്ടില്ല, പ്രാക്ടീഷണർ എന്നേ വിളിച്ചിട്ടുള്ളൂ. വെൽ ഡൺ. മഹാരാഷ്ട്രയിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 24 വയസ്സുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ATS ആണ് അറസ്റ്റ് ചെയ്യുന്നത്. ഡിജിറ്റൽ ട്രെയിൽ ലെഡ് ടു എ 24-year-old. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ദിവസവും പറഞ്ഞു, അതായത് കേസുകൾ തെളിവില്ല, അതിൻ്റെ പേരിൽ ചില ആളുകളെ വെറുതെ വിടുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. ഇപ്പോൾ ATS ആയാലും ഇപ്പോൾ NIA ആയാലും അതിൻ്റെയൊക്കെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്ന സംഗതി വളരെയധികം വർദ്ധിച്ചു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ന് ഈ ഡിജിറ്റൽ ട്രയൽ എന്ന് പറയുന്ന സംഗതി, നിങ്ങൾക്ക് അതില്ലാതെ ഒരു കാര്യം ഇന്ന് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് നിങ്ങളിപ്പോൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സാധനം സെർച്ച് ചെയ്താൽ അതിൻ്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ അതിൻ്റെ ഹിസ്റ്ററി, നിങ്ങളാരെങ്കിലും വിളിച്ചാൽ അതിൻ്റെ ഹിസ്റ്ററി, എന്നിട്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ഒരു 4 പേരെ അറസ്റ്റ് ചെയ്ത വാർത്തയിൽ നമ്മൾ കണ്ടു, അവർ ഓട്ടോ ഡിലീറ്റുള്ള ആപ്പാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഈ സിഗ്നൽ, അങ്ങനെ ചില ആപ്പുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ അങ്ങനത്തെ ചില വഴികളുണ്ട്. പിന്നെ ഈവൻ മൊബൈലിൻ്റെ റേഞ്ച് ഇല്ലാതെ, മൊബൈൽ കണക്ഷൻ ഇല്ലാതെ ഒക്കെ എടുക്കുന്ന ചില ആപ്പുകളുണ്ട്. അതായത് നമ്പറൊന്നുമായിട്ട് ലിങ്ക് ചെയ്യാതെയൊക്കെ ചെയ്യുന്ന സംഗതി. പിന്നെ അങ്ങനത്തെ പല ടൂൾസ്, ഇതെല്ലാം വെച്ചുകൊണ്ട് ടെലഗ്രാം അതിൽ നൊട്ടോറിയസ് ആണ്. അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ഉണ്ടായിട്ട് ഇത് ഉള്ള ഒരു കാരണം കൊണ്ട് തന്നെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് തെളിവുകളില്ലാതെ ഒരു കുറ്റകൃത്യം ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അസംഭവ്യമാണ് എന്നത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ കൺവെക്ഷൻ റേറ്റ് വളരെയധികം വർദ്ധിക്കുന്നു. അപ്പോൾ ഇവിടെ അറസ്റ്റിലായ ആളുകളുടെ പേര് ഉസാമ മജ് ഷെയ്ഖ് എന്നാണ് പേര്. 24 വയസ്സുകാരനായ ഹോമിയോ ഡോക്ടറാണ്. ഓക്കെ, സിമിലിബസ് കുറണ്ടർ, ഇന്ന് കുറച്ച് ഇനി ജയിലിൽ പോയിട്ട് കുറച്ച് പഞ്ചാര ഗുളിയൊക്കെ വിൽക്കാം. അപ്പോൾ ബദ്ലാപൂർ ഇൻ മഹാരാഷ്ട്ര, താനെ, അവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. alleged involvement in a larger online network aimed at indoctrinating Indian Muslim youths. ഇതാണ് സംഭവിക്കുക. ഇവരുടെ പണി എന്തായിരിക്കും ഇവർ ചെയ്യുക? ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് ചില മീഡിയ ഗ്രൂപ്പുമായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ ചില പ്ലാറ്റ്ഫോം അങ്ങനത്തെ പേരുകളൊക്കെ ഇട്ടുകൊണ്ട്, ട്രൂത്ത് ഫൈറ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പേരുകളൊക്കെ ഇട്ടുകൊണ്ട് ഇതുപോലുള്ള സംഗതികളിലൊക്കെ ഇരവാദത്തിൻ്റെ ഒരു ചൊവ്വയുള്ള സാധനങ്ങൾ ഇറക്കി വിട്ടുകൊണ്ട് നമ്മൾ ഇരകളാണ്, നമ്മളിങ്ങനെ വേട്ടയാടുകയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞു കൊടുത്തുകൊണ്ട് ആളുകളിലേക്ക് ഈ ഒരു ചിന്ത ഇങ്ങനെ
വമിപ്പിക്കും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മുസ്ലിങ്ങൾ ഇതിനകത്തേക്ക് ആദ്യം അട്രാക്റ്റഡ് ആവുന്നു. എന്നിട്ട് പിന്നീട് അതിൽ പ്രത്യേകിച്ചും ഈ മുസ്ലിം യൂത്ത് ആണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പതിയെ പതിയെ അതിൻ്റെ അടുത്ത ഘട്ടം അതിലേക്ക് എത്തിക്കും. ഇതാണ് സംഭവിക്കുക. അതിൽ മറ്റൊരു സംഗതി ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് വായിക്കാം. According to preliminary ATS probe, the group's objective is to incite communal hatred and prepare ground for a violent movement to establish Ghazwa-e-Hind. ശ്രദ്ധിക്കുക, രാഹുൽ ഈശ്വർ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അന്ന് നമ്മളിത് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അതൊന്ന് കേട്ടോളാം. Ghazwa-e-Hind, an Islamist concept of religious conquest. അതായത് ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട ആശയം തന്നെയാണ്. ഹദീസ് സഹീഹാണ്. അത് പ്രസംഗിക്കുന്നതിൻ്റെയൊക്കെ തെളിവുകളൊക്കെ മുന്നേ നമ്മൾ വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് സൗകര്യം വേണമെങ്കിൽ പോയി കാണാം. ബൈ സ്പ്രെഡിങ് ഷരിയ ലോ ത്രൂ ജിഹാദ്. അപ്പോൾ ജിഹാദ് എന്ന് വരുന്നത് അവിടെ അങ്ങനെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ജിഹാദിലൂടെയാണ് ഈ ഗസ്വാ ഹിന്ദ് സാധ്യമാവുക എന്ന് പറയുമ്പോൾ അതിൽ ഒരു കോൺക്വസ്റ്റ് ആണെന്ന് വരുമ്പോൾ അത് എന്തായിരിക്കും അതിൻ്റെ? അത് വെള്ളം കോരി കൊടുക്കുന്നതാണോ? അത് ഏതെങ്കിലും വിധേന മറ്റേ മീൻകറി വെച്ച് കൊടുക്കുന്നതാണോ? കഞ്ഞിവെള്ളം കൊടുക്കുന്നതാണോ? കഞ്ഞിവെള്ളത്തിൽ ഉപ്പിടുന്നതാണോ? അല്ല. ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ പിടിച്ചടക്കൽ, യുദ്ധം തന്നെയാണ്. അവിടെ എന്താണ് ഓപ്ഷൻ? അതായത് കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരേക്കും അവരെ കൊന്നു തള്ളുക. അതിലൊന്നുകിൽ അവർ മതം മാറണം, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടണം. അതുമല്ല എന്നുണ്ടെങ്കിൽ കീഴൊതുങ്ങി ജിസിയ കൊടുത്ത് ജീവിക്കുക. ജിസിയ എന്ന് പറയുന്ന വാക്ക് പോലും കടന്നു വരുന്നത് അങ്ങനെയാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. 9:29 പോയിരുന്നു വായിക്കുക. ഇത് ഒരു യുദ്ധ സന്ദർഭത്തിലും അല്ല പറഞ്ഞിരിക്കുന്നത്. മക്ക വിജയത്തിനൊക്കെ ശേഷം വന്നിട്ടുള്ള സംഗതിയാണ്. എന്ന് വെച്ചാൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് കാറ്റും കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇത് യുദ്ധ സന്ദർഭത്തിലാണെന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട. അതേപോലെ 9:5 അതും ഇതേപോലെ തന്നെ പറഞ്ഞു വെക്കുന്നു. കാഫിറുകളായിട്ടുള്ള ആളുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലുക. അവർക്കുള്ള ഓപ്ഷൻസ് വേറെയും പറയുന്നു. അപ്പോൾ ഇതും ഒരു യുദ്ധ സന്ദർഭത്തിലല്ല. ഇനി അങ്ങനെയാണ് എന്ന് ആർക്കെങ്കിലും ഒരു അവകാശവാദം ഉണ്ടെങ്കിൽ ഏതാണ് ആ യുദ്ധം എന്നൊന്ന് പറയുക. നിങ്ങൾ ആ പറഞ്ഞ ആ യുദ്ധം ഏതാണെന്ന് കൃത്യമായിട്ട് തെളിയിച്ചു തന്നാൽ ഓൺ ദ സ്പോട്ട് കലിമ ചൊല്ലിയിരിക്കും എന്നാണ് പറയാനുള്ളത്. അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും പറയുന്നു, ജിഹാദ് ഈസ് ഈവിൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ജിഹാദ് എന്ന് പറയുന്നത് ഒരു പൈശാചികത തന്നെയാണ്. അതിനെ നിങ്ങൾക്ക് ഒരു തരത്തിലും വെളുപ്പിക്കാൻ കഴിയില്ല. ഏത് നിലയ്ക്ക് ഒരു ജിഹാദിനെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ എന്തൊക്കെ നന്മയുണ്ട് നിങ്ങൾക്ക് തോന്നിയാലും അതിന് ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അത് കാഫിറുകളുടെ ഉന്മൂലനം തന്നെയാണ്. അത് ഇസ്ലാമിൻ്റെ സംസ്ഥാപനം തന്നെയാണ്. അത് ഇസ്ലാമിക വൽക്കരണമാണ് അതിൻ്റെ പ്രഥമ ലക്ഷ്യം, അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് വരുമ്പോൾ അതിന് മുന്നേയുള്ള സംഗതികളൊക്കെ തന്നെ ജിഹാദിൻ്റെ ആ പരമമായ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സ് മാത്രമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. നിങ്ങളൊരു മുസ്ലിമിനെ കാണുമ്പോൾ അവൻ ചിലപ്പോൾ ഒരു അമുസ്ലിമിനെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ചിരി പോലും ഈ ജിഹാദിൻ്റെ ഭാഗമായിട്ടൊരു മുസ്ലിം അങ്ങനെ ചിരിക്കുന്നു എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സാധാരണ മനുഷ്യന്മാർ കാണുമ്പോഴുള്ള ചിരി ഞാനിവിടെ എടുക്കുന്നില്ല. അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇന്നിപ്പോൾ ജീവിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ചിരിക്കും. അതിനെക്കുറിച്ചല്ല നമ്മളിവിടെ പറയാം. ജിഹാദികളായിട്ടുള്ള മുസ്ലിങ്ങൾ അവരിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെറിയൊരു സോഫ്റ്റ് കോർണർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കന്യാസ്ത്രീകളുടെ ഇഷ്യൂ ഉണ്ടായപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ വിഷമം കാണിച്ചത് ആരാണ്? ഇവിടുത്തെ സുഡാപ്പികളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളാണ്. കണ്ടില്ലേ ന്യൂനപക്ഷ വേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ജോസഫ് മാഷ കൈവെട്ടിയ ടീംസാണ് ഈ കരയുന്നത്. എന്നുവെച്ചാൽ അവരുടെ നില, അത് അവർ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ചരക്ക് വിൽക്കാനുള്ള ഒരു സാധ്യത അതിനകത്ത് കാണുമ്പോൾ അവരതിനകത്ത് നിലവിളിയായിട്ട് വരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇരവാദം ഇറക്കുന്ന പോലെ നിങ്ങളും ഇറക്കൂ എന്നുള്ള രീതിയിൽ ഒരു തരത്തിൽ പറഞ്ഞൊരു ഗ്യാസ് ലൈറ്റിംഗ് കൂടിയാണ് അവിടെ നടക്കുന്നത്. ഒരു ഹലാൽ ഗ്യാസ് ലൈറ്റിംഗ്. ഇതാണ് നമ്മളവിടെ കണ്ടത്. അതിൽ നമ്മളിവിടെ ശ്രദ്ധിച്ച് കാണും. ആ ഒരു വിഷയം നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എങ്ങനെയാണ് മെയിൻ സ്ട്രീമിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് നേരെയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, ഇരവാദമില്ലാതെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്, ഇരവാദം ഇറക്കുന്ന ക്രിസ്ത്യാനികളെ മെയിൻ സ്ട്രീം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എങ്ങനെയാണ് തള്ളിക്കളയുന്നത്, ഇതെല്ലാം നമ്മളിവിടെ കണ്ടു. ആ ഒരു മെച്യൂരിറ്റി അത് നമ്മളുടെ ഇസ്ലാമിക സമൂഹം കാണുന്നില്ല, കാണിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇതിലെ പ്രശ്നം. അതിന് പകരം അവരെപ്പോഴും ഇതിനകത്ത് ഇരവാദം ഇറക്കിക്കൊണ്ട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒരു ലോബിങ്, ഞങ്ങളൊരു ശക്തിയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പം കാണിച്ചുതരാം എന്ന് പറയുന്ന രീതിയിൽ ആൾക്കൂട്ട നിയമത്തിന് വേണ്ടിയിട്ടുള്ള വൗച്ചിങ്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് ശരിയല്ല. അവിടെയാണ് ഈ ഒരു വ്യത്യാസം നമ്മൾ കാണേണ്ടതെന്ന് പറയുന്നു. അതിനോടൊപ്പം നമ്മൾ പറയുന്നു ക്രിസ്ത്യൻ സഭകൾ നടത്തുന്ന ഇത്തരം നിർബന്ധിത മതപരിവർത്തനം, അതിനൊക്കെ വേറെ വിഷയമാണ്, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അതിൽ ഈ കണ്ട കാര്യം അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇനി അത് മാത്രമല്ല, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് BJP ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന് പറയുന്ന ഒരു സമയത്ത് അവിടെ അത് നടക്കുമ്പോൾ, ഛത്തീസ്ഗഡിൽ അത് നടക്കുന്ന സമയത്ത് അതിൽ
ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത് അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് അല്ല. അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. പകരം അവിടെയുള്ള BJP, ഇവിടെ കേരളത്തിലുള്ളതും അവിടെയുള്ള ആളുകളും എല്ലാവരും കൂടി അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. കേന്ദ്രം ഇടപെടുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ന്യൂനപക്ഷ വേട്ടയാണോ അവർ നടത്തിയത്, അതോ ന്യൂനപക്ഷ സപ്പോർട്ടിംഗ് ആണോ അവിടെ നടത്തിയത്? ഏതായാലും BJP അതിനകത്ത് കുറച്ചൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ അത് BJPക്ക് വലിയ ഗുണമാകുന്ന ഒരു രീതിയായിട്ട് അത് മാറ്റി. അതിന് അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. അതിന് ഇപ്പോൾ ഉള്ള BJPയുടെ നേതൃത്വം അതിന് ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ് പോകുക. അതിൽ നിങ്ങൾക്ക് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. പകരം നിങ്ങൾ ഇപ്പുറത്തുള്ള ആളുകൾ ചെയ്യുന്നത് എന്തായിട്ടാണ് കണ്ടത്? അവർ ഇരവാദം ഇറക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഇതിനകത്ത് ആൾക്കൂട്ട നീതി, അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവരെ ഇറക്കി വിടണം എന്നുള്ള രീതിയിലുള്ള ആഹ്വാനം. അങ്ങനെയല്ലല്ലോ. ഒരു നിയമ സംവിധാനം, ഒരു നിയമവാഴ്ചയുള്ള ഒരു സ്ഥലത്ത് ഒരു പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആ പരാതി എടുത്ത് അതിൻ്റെ ആ പ്രോസസ്സ്, ഡ്യൂ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്ത് തന്നെ വിഷയമായാലും അതിനകത്ത് നമ്മൾ ചെയ്യണം. അല്ലാതെ ഒന്ന് പറഞ്ഞ അടുത്തതിന് സർ തൻസെ ജുഡ എന്നും പറഞ്ഞിട്ട് നടന്നിട്ട് ആളുകളെ തല്ലിക്കൊല്ലാനും കഴുത്ത് വെട്ടാനും നടക്കുന്ന ആ ഒരു നിയമം കയ്യിലെടുക്കുന്ന രീതി, അത് ഒരിക്കലും തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ. അതിനിപ്പോൾ ആര് ചെയ്താലും, ഇസ്ലാമിസ്റ്റുകൾ ചെയ്താലും ശരി, ഹിന്ദു തീവ്രവാദികൾ ചെയ്താലും ശരി, ഇനി രാഷ്ട്രീയക്കാർ, ഇതൊക്കെ ഈ റൂൾ ഓഫ് ലോ പൊക്കിപ്പിടിക്കേണ്ട ആളുകൾ പോലും അത് ചെയ്യാതെ അവർ ഈ പറയുന്ന ആൾക്കൂട്ട നീതിക്ക് വേണ്ടിയിട്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന ആളുകളായിട്ട് മാറുമ്പോൾ വളരെ വിഷമം തോന്നിയെന്ന് പറയാതെ നിവൃത്തിയില്ല. കോൺഗ്രസ് എന്താ പറയുക, ദ ഇന്ത്യൻ കോൺഗ്രസ് ഈസ് ഡെഡ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് എ ഡെഡ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പറയേണ്ടി വരുന്നത്. കോൺഗ്രസിൻ്റെ കാര്യം തീരുമാനം. ഇനി ഈ വിഷയത്തിൽ ദ ഡുവോ അലജഡ്ലി ഇൻഫ്ലുവൻസ് യങ് മുസ്ലിം മെൻ ടു ഹാർബർ റിസെൻമെൻറ്റ് അഗെയിൻസ്റ്റ് നോൺ മുസ്ലിംസ്. കാഫിറുകളായിട്ടുള്ള ആളുകളോട് അവരോടൊരു ദേഷ്യവും അവരോടൊരു പരിഭവം, അവരോടൊരു വിരോധം ഉണ്ടാക്കാനുള്ള ശ്രമം അതിങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. അത് ഇത് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ എന്താണ്, ഹിന്ദുക്കൾ ചെയ്യുന്ന വിഷയങ്ങൾ നിങ്ങൾ കാണുന്നില്ല, തീവ്രവാദികൾ അവരുടെ ഇപ്പോൾ ബജറംഗ് ദൾ എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ ഹനുമാൻ സേന എന്തെങ്കിലും ചെയ്യുന്നു, അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ കേൾക്കാറുണ്ട്. സത്യത്തിൽ അവിടെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഒരു സംഗതിയെ എടുത്തു വെച്ചുകൊണ്ട് അത് ഇവർക്ക് ഒരു ഇരവാദം ഇറക്കാനുള്ളൊരു സംഗതി അവിടെ കണ്ടു കഴിഞ്ഞാൽ അതിൽ പിന്നെ അവർ മേളും കീഴേയും നോക്കാതെ അങ്ങ് ഇറക്കി അതിനകത്തൊരു ഇരവാദത്തിനുള്ള സ്കോപ്പ് അത് പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ കാണാറ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പശു ഇറച്ചി അത് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പോത്തിനെ അറുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കയ്യാങ്കളി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വലിയ കൊലാഹലമാണ് കാണുന്നത്. ഈ അടുത്ത കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരു യുവാവ്, അല്ലെങ്കിൽ ഒരു ഹിന്ദു ഒരു യുവാവിനെ ഇതേപോലെ ഈ പറയുന്ന ഈ കൗ വിജിലാൻറ്റീസ് തല്ലിക്കൊന്നു. ആരെങ്കിലും അറിഞ്ഞോ ആ വിഷയം? അതേപോലെ ഒരു സ്കൂളിലെ കുട്ടികളെ അവരെ ഹിജാബ് ധരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയൊരു വിഷയം നടന്നു. വലിയതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മുസ്ലിം മാനേജ്മെൻറ്റുള്ള സ്കൂളിൽ അവിടെയുള്ള ഹിന്ദു കുട്ടികളെ കൊണ്ട് ഹിജാബ് ധരിപ്പിച്ചു. അത് മധ്യപ്രദേശിൽ ദാമോ എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. 1-2 വർഷമായി. ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിഞ്ഞു? അപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ പേരിൽ ഇരവാദം ഇറക്കിക്കൊണ്ട് ആ വിഷയത്തിൻ്റെ പേരിൽ ഒരു ഇസ്ലാമോഫോബിയ, നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ, അത് ഉണ്ടാക്കാനും അതിൻ്റെ പേരിൽ ഇവിടെ വലിയ കുഴപ്പമുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുക്കൾക്ക് ഉണ്ടായിരിക്കെ അവരത് ചെയ്തിട്ടില്ല. അവർ ഈ പറയുന്ന വിഷയത്തിൽ അത് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ ഈ പശു ഇറച്ചിയുടെ വിഷയം വരുമ്പോൾ അത് വെച്ചതിൻ്റെ പേരിൽ മുസ്ലിം അല്ലാത്ത ഒരാളെ തല്ലിക്കൊന്നു. അപ്പോൾ അങ്ങനെ തല്ലിക്കൊന്നത് നിങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. എന്താ അതിൻ്റെ കാരണം കൊല്ലപ്പെട്ടത് മുസ്ലിം അല്ല എന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങളെ പ്രശ്നം എന്താണ്? കൗ വിജിലാൻറ്റീസം അല്ല നിങ്ങളുടെ പ്രശ്നം. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ അതിനകത്ത് എങ്ങനെയെങ്കിലും ഒരു ഇസ്ലാമിക ഒരു വിക്ടിം കാർഡ് അതിനകത്ത് കളിക്കാനുള്ളൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾ വല്ലാതെ നിലവിളിക്കും. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നോ ജ്യൂസ് നോ ന്യൂസ് എന്ന് പറയുന്നത്, ജൂതന്മാരെന്തെങ്കിലും ചെയ്താൽ വലിയ വാർത്ത. സമാന സംഗതി അതിപ്പോൾ മറ്റൊരു രാജ്യം, അത് സൗദി അറേബ്യ ചെയ്താൽ അതിനെക്കുറിച്ച് ഒരക്ഷരം നിങ്ങൾ മിണ്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സംഭവമേ അറിഞ്ഞിട്ടില്ല. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ വിളിച്ച ആൾ ഇതേപോലെ ജനോസൈഡ് നടക്കുന്നതിനെ കുറിച്ചൊക്കെ അറിഞ്ഞില്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിഞ്ഞു, യമനിൽ വല്ലാത്ത ജനോസൈഡാണ് നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ യമനിലോ അവിടെ എന്താണെന്നാണ് എന്നോട് തിരിച്ചു ചോദിക്കണം. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതുപോലെ ചുറ്റും നടക്കുന്ന യഥാർത്ഥത്തിലുള്ള വളരെ ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡിലുള്ള ജനോസൈഡും ആയാലും ഇതുപോലെ സ്റ്റാർവേഷൻ ഫാമിൻ ആയാലും ഉണ്ടായിരിക്കെ അതൊന്നും കാണാതെ ഈ ഗാസയിലെ സാധനം മാത്രം എടുത്ത് പൊക്കിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നൊരു പരിപാടി. ഇതാണ് ഈ പറയുന്ന ഈ ആളുകളുടെ ഒരു വലിയ കുഴപ്പം. അത് തന്നെയാണ് ഇവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇതുപോലെ ഈ നോൺ മുസ്ലിംസിനെതിരെയുള്ള സംഗതികൾ ചെയ്യുന്നതിൻ്റെ ഒരു വശമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇവിടെ ഒരു ടാക്റ്റിക്കാണ്. ഇതെവിടെ എഴുതി വെച്ചത്? മിഷൻ 2047 ഡോക്യുമെൻ്റ്, പോപ്പുലർ ഫ്രണ്ട്, അവരതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങളെ അവരുടെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതിൽ ഈ പറയുന്ന രീതിയിൽ വലിയ തോതിലുള്ള ഒരു വിഭാഗീയ അല്ലെങ്കിൽ
മറുപക്ഷത്തോടൊരു വിരോധമുണ്ടാക്കാൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കണം എന്ന് അവരതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അതിന് കൂടെ അവരൊരു കാര്യം എഴുതി, ഇനി അഥവാ അങ്ങനെ ഒരു വിഷയമില്ല എന്നിരിക്കെ, അങ്ങനെ വന്നു എന്ന് വിചാരിക്കുക, വിഷയമൊന്നുമില്ല, എല്ലാം പരിഹരിച്ചു, എല്ലാത്തിലും വിട്ടുവീഴ്ച വന്നു, മുസ്ലിങ്ങൾക്കൊക്കെ കിട്ടേണ്ടതൊക്കെ കിട്ടി, അവരൊക്കെ ഹാപ്പി എന്ന് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ സോൾവ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പോലും അതും നമ്മൾ പൊക്കി പിടിച്ചുകൊണ്ട്, അത് പഴയ വിഷയങ്ങളാണെങ്കിൽ പോലും അത് പൊക്കി പിടിച്ച് നമ്മൾ ഇരവാദം ഇറക്കണം, എന്നിട്ട് വിശ്വാസികളെ നമ്മൾ കൂടെ നിർത്തണം. ഇതാണ് ഈ മിഷൻ 2047 ഡോക്യുമെൻറ്റിൽ പോപ്പുലർ ഫ്രണ്ടുകാർ എഴുതി വെച്ചത്. ഇത് തന്നെയാണ് ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മളുടെ മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇത് ഇസ്ലാമിൻ്റെ ഒരു രീതിയാണ്. ഇത് ഇസ്ലാമിൻ്റെ എന്നല്ല, ഫാഷിസ്റ്റുകളുടെ മൊത്തത്തിലുള്ള ഒരു രീതിയാണ്. ഇസ്ലാം അത് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി അങ്ങനെ അത് കാണിച്ചുകൊണ്ട് കാഫിറുകൾക്കെതിരെയുള്ള വിരോധം ഉണ്ടാക്കിക്കൊണ്ട് എൻകറേജിങ് ദം ടു ജോയിൻ ആൻറ്റി നാഷണൽ ആൻഡ് ക്രിമിനൽ ആക്ടിവിറ്റീസ്, രാജ്യവിരുദ്ധമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയുണ്ടോ, ജിഹാദ് പോലെയുള്ളത്, അതിനകത്തേക്ക് അവരെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. എയിംഡ് അറ്റ് എസ്റ്റാബ്ലിഷിംഗ് ദ കൺട്രി, ഡീസ്റ്റെബിലൈസിങ് ദ കൺട്രി. തെറ്റിപ്പോയി. ഇതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഈ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ സിവിൽ അൺറസ്റ്റ് ഉണ്ടാക്കുക എന്നാണ് ഈ 2047 ഡോക്യുമെൻറ്റിൽ പോപ്പുലർ ഫ്രണ്ടുകാർ എഴുതിയത്. അപ്പോൾ വാക്കുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, സാധനം ഒന്ന് തന്നെയാണ്. ഡീസ്റ്റെബിലൈസ് ചെയ്യുക, ഇന്ത്യയെ അവിടെ ശിഥിലമാക്കുക, ചില വിഷയങ്ങൾ ഇതേപോലെ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. ഇതാണ് സംഭവിക്കുക. അപ്പോൾ നമ്മളിവിടെ പറയാറുണ്ട്, ഇന്ത്യ എന്തുകൊണ്ട് ഒരു ഹിന്ദു താലിബാൻ ആകില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതാകില്ല എന്ന് തന്നെയാണ് ഞാനെപ്പോഴും പറയുക. കാരണം എന്താണ്? അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ആ ഒരു ഹിന്ദു നേച്ചർ എന്ന് പറയുന്ന സംഗതിക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു സാമ്രാജ്യത്വ സ്വഭാവമില്ലാത്ത ഒരു മതക്കൂട്ടം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസ കൂട്ടമാണ് ഈ ഹിന്ദു വിശ്വാസം. ഇനി അത് കേൾക്കുമ്പോഴേക്കും ഉടനെ സനാതന ധർമ്മത്തിൻ്റെ മേന്മ എന്ന് പറഞ്ഞ് വരണ്ട. നിങ്ങളുടെ ഇതേ സാധനത്തിനകത്താണ് ഈ ജാതി വ്യവസ്ഥിതിയും അതിൻ്റെ പേരിലുള്ള മറ്റുള്ള വിഷയങ്ങൾ കിടക്കുന്നത്. പക്ഷേ അത് രണ്ട് തലത്തിലായതുകൊണ്ട് ആ വിഷയം ഇപ്പം ഞാൻ പറയാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു വലിയ വിഷയം തന്നെയാണ്. ഈ ഇൻറ്റേർണലി നിങ്ങളുടെ ഇടയിലുള്ള ഇത്തരം വിഷയങ്ങൾ അത് വിതിൻ ദ റിലീജിയൻ എന്നുള്ള രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ സംഗതി ഇങ്ങനെ ഉണ്ടായിട്ട് ഇത്ര വലിയ സമൂഹമായിട്ടും അതൊരു സ്ട്രോങ് എന്താ പറയുക, ഒരു വികാരമാക്കിക്കൊണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു നന്മയുടെ ഒരു മുഖമാക്കി അതിനെ മാറ്റാൻ സാധിക്കാത്തത് പോലും നിങ്ങളുടെ ഇടയിലുള്ള ഇത്തരത്തിലുള്ള വിഭാഗീയത കാരണം, ഈ ജാതി വ്യവസ്ഥ തന്നെയാണ് അതിൻ്റെ കാരണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജൂതന്മാരെ നോക്കുക, അവരൊരു ചെറിയ കൂട്ടമാണ് ആളുകൾ. പക്ഷേ അവരെ ആരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ക്ലാസ് ഡിഫറൻസ് ഇല്ല. ഏതൊരു ജൂതനെ എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു ക്ലാസ് ഡിഫറൻസ് ഇല്ലാതെ നിൽക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രമാത്രം പുരോഗമിക്കുന്നതിന് അവർക്ക് സാധിച്ചത്. കാരണം എന്താണ്? ഏതെങ്കിലും ഒരു അറ്റത്തെ ഒരാൾ ഒരു കാര്യം ചെയ്താൽ അത് ഇപ്പുറത്ത് നിൽക്കുന്ന ജൂതനെയും അത് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ അതിനൊരു ഫാമിലി ആയിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് അത് അവരുടെ വലിയൊരു മേന്മയാണ്. നമ്മളിപ്പോൾ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഉമ്മത്ത് എന്നൊക്കെ പറയും. ഉമ്മത്ത് എല്ലായ്പ്പോഴും ഒന്നും വർക്കൗട്ട് ആവാറില്ല. പക്ഷേ ഗാസയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉമ്മത്ത് വർക്കൗട്ടാവും. അതല്ലാത്ത സമയത്ത് അവർ സുന്നി ഷിയ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം തല്ലും കൊല്ലും, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ഒരു കോമൺ പ്രോബ്ലം, സംഘി മുന്നിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തും മുജാഹിദൊക്കെ ഒന്നാണ്. എക്സ് മുസ്ലിം മുന്നിൽ വന്നാൽ എക്സ് മുസ്ലിങ്ങൾക്കെതിരെ ഇവിടെ വലിയ മുസ്ലിം ഐക്യം എന്ന് പറഞ്ഞിട്ട് സംഘടന വരെ ഉണ്ടാക്കിയ ആളുകളാണ്. എന്ന് വെച്ചാൽ ആ സമയത്ത് സുന്നി മുജാഹിദും AP ഒക്കെ അന്ന് ഒന്നായി. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, അത് വേറെ വിഷയം. പക്ഷേ ജൂതന്മാരുടെ ഇടയിൽ അതിനേക്കാൾ മികച്ച രീതിയിലാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അങ്ങനെ ഒരു യൂണിറ്റി ഉണ്ട്, ആ ക്ലാസ് ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ്. ഇനി വിശ്വാസത്തിൻ്റെ പേരിൽ അവരതുണ്ട്. പക്ഷെ അപ്പോഴും അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യത്യാസങ്ങൾ അവർ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം അത് കുറേയും കൂടിയും ലിബറൽ ആയിട്ടുള്ള ജൂതന്മാർക്കുണ്ട്, സെക്യുലറായിട്ട് നിൽക്കാൻ കഴിയുന്നു എന്നൊക്കെയുള്ളതാണ് അവരുടെ മേന്മ. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ, ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന സമൂഹത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഹിന്ദുക്കൾക്കിടയിൽ. അത് ആദ്യമേ തന്നെ പരിഹരിക്കേണ്ട ഒരു സംഗതിയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് സാന്ദർഭികമായിട്ട്. ഇനി അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഒരു ഹിന്ദു താലിബാൻ ആകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാരണം അങ്ങനെ ഒരു സ്വഭാവം അതിനില്ല എന്നുള്ളതാണ്. വിശ്വാസം വേറൊരു സ്ഥലത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ശിവനിൽ വിശ്വസിക്കണം, നിങ്ങളെല്ലാവരും ബ്രഹ്മാവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധിനിവേശം നടക്കാൻ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേരിൽ ഒരു സംഗതി നടത്താനൊരു സ്വഭാവമില്ല. അത് മറ്റൊരു രാജ്യത്തും ഇല്ല, വിദിന്ത രാജ്യവുമില്ല. ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പിടിച്ചിട്ട് മര്യാദയ്ക്ക് നീ ഹിന്ദു ആയിക്കോ എന്ന് പറയാൻ ഒരു രീതിയിലും സാധിക്കില്ല. പക്ഷേ ദേശസ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഹിന്ദു തീവ്രവാദികൾ പറയുന്ന പരിപാടി അത് നമ്മൾ കാണും. അതല്ലെങ്കിൽ ജയ് ശ്രീരാം വിളിപ്പിക്കും, ഇതൊക്കെ അവിടെ നടക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് ഒരു റോളും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ നടക്കില്ല. ഒന്നതാണ്. രണ്ട്, അതായത് മതത്തിൻ്റെ ഒരു വ്യത്യാസം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ആധുനിക രാജ്യം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പ്രിൻസിപ്പിൾസ് മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഒരു
ലോകത്തിൻ്റെ ഒരു മാതൃകയാവുക, നമ്മളുടെ പാരമ്പര്യം അത് പുറത്തേക്ക് നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കുറച്ചും കൂടി ഒരു അപ്ഗ്രേഡഡ് ലെവലിലാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല പ്രോജക്ട്സും ഇന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ടായാലും ശരി, മറ്റു പലതും. പക്ഷേ ഇപ്പോഴും അത് എത്താത്ത റൂറൽ ഏരിയാസ് ഉണ്ട്, ജനങ്ങളിലേക്ക് അത് എത്താത്ത സ്ഥലങ്ങളുണ്ട്. ഇന്നും ഈ റെയിൽവേ ട്രാക്കിലിരുന്ന് അപ്പിയിടുന്ന അവസ്ഥ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിൽ വെളിയുടെ ശൗചാലയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെളിയുടെ പുറത്ത് ഓപ്പൺ ഡെഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം ആവട്ടെ, ഓപ്പൺ ഡെഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം 100% എലിമിനേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു രാജ്യമാണ് ഇന്നും ഇന്ത്യ എന്നാണ് എൻ്റെ ഓർമ്മ. അത് എലിമിനേറ്റ് ചെയ്ത സംസ്ഥാനങ്ങളുണ്ട്, കേരളമൊക്കെ അത് എലിമിനേറ്റ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും ഇപ്പോഴും അതിന് സൗകര്യമില്ലാത്ത സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നിലുണ്ടെങ്കിലും നമുക്കൊരു ലാർജർ ഔട്ട്സെറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. മോഡേണൈസേഷൻ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റു പല രീതിയിലും ചെയ്യുന്നു. ചില പോക്കറ്റ്സ് എന്ന് പറയുന്ന ചില സിറ്റീസ് അതൊക്കെ വലിയ തോതിൽ മുന്നോട്ട് വരുന്നു. ഇപ്പോൾ ഇൻഡോർ എന്ന് പറയുന്ന ഒരു സ്ഥലം മധ്യപ്രദേശിൽ, അത് വലിയ തോതിൽ മുന്നോട്ട് വരികയാണ്. അവരുടെ ഔട്ട്ലുക്ക് തന്നെ മാറ്റിക്കൊണ്ട്, അത് വൃത്തി എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇന്ത്യയിൽ വൃത്തി എന്ന് പറയുന്ന ഒരു സാധനം വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ്, അതും ചില്ലറയൊന്നും ആയിരിക്കില്ല. സിംഗപ്പൂരിൻ്റെയൊക്കെ അതിനേക്കാൾ മുകളിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ സ്കോപ്പുള്ളൊരു സ്ഥലമാണ് കേരളം. പക്ഷേ നമ്മളുടെ നാട്ടിലെ ഈ സർക്കാർ എന്താ കാട്ടിക്കൂട്ടണതെന്ന് നമുക്കറിയാം. ഒരു എത്തും പൊത്തും ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നാട് കുട്ടിച്ചോറാക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഴിമതിയും അതുപോലുള്ള മറ്റു പല പ്രശ്നങ്ങൾ, വിഷൻ ഇല്ലായ്മ എന്ന് തന്നെ പറയാം, അധികാരം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിരിക്കെ, അങ്ങനെയുള്ള ഒരു അക്കൗണ്ടബിലിറ്റി വെക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നിരിക്കെ, ലോക സമൂഹത്തിന് മുന്നിൽ പല കാര്യങ്ങൾക്കും എക്സ്പ്ലനേഷൻസ് കൊടുക്കാനും വാങ്ങാനും ഒക്കെ മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യമെന്നിരിക്കെ, ഇന്നിപ്പോൾ ഈ ട്രംപിനൊക്കെ ഇന്ന് ഇന്ത്യ കൊടുത്തിട്ടുള്ള മറുപടിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. വെറുതെ എന്തെങ്കിലും ഇമോഷണലി എന്തെങ്കിലും വിളിച്ചു പോകുന്ന പരിപാടിയല്ല ഇന്ത്യക്ക് ഉള്ളത് എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയണം. ഇപ്പോൾ ഇന്ത്യ പഹൽഗാം അറ്റാക്കിന് ശേഷം ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോൾ നമ്മളുടെ ആ ഒരു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, വളരെ റിസ്ട്രെയിൻഡ് വെച്ചുകൊണ്ടുള്ള സീസ് ഫയർ, അതായത് നമ്മൾ നടത്തുന്ന ആ ഓപ്പറേഷൻ്റെ ഭാഗമാണ് സീസ് ഫയർ പോലും, അല്ലാതെ വേറെ ആരും വന്ന് വെടി നിർത്തടാന്ന് പറയേണ്ട ഒരു ആവശ്യം ഇന്ത്യക്കില്ല. കാരണം നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് കഴിഞ്ഞാൽ അവിടെ സീസ് ഫയർ എന്ന് നമ്മൾ തന്നെ ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു സീസ് ഫയർ ഇൻബിൽട്ട് ആക്കിക്കൊണ്ട് നമ്മളൊരു ഓപ്പറേഷൻ നടത്തിയത് പോലും നമ്മൾ കണ്ടു. ഒരു റിറ്റാലിയേഷൻ. ഇങ്ങനെയാണ് നമ്മൾ രീതി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ രീതി അതാണ്. ഇത് മനസ്സിലാക്കാതെ ഉള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പോട്ടെ, നമുക്കൊന്നും പറയാനില്ല. ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് നമ്മുടെ പപ്പുമോൻ തന്നെയാണ്, നമ്മുടെ രാഹുൽ ഗാന്ധി. കോൺഗ്രസ് മുക്ത് ഭാരത് എന്ന് പറയുന്ന സാധനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരുടെ BJPക്കാരുടെ കാശ് വാങ്ങി പണിയെടുക്കുന്ന ഒരു ദല്ലാളാണോ ഈ കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം ഒരു കാര്യം പോലും പുള്ളി പറയുന്നത് കോൺഗ്രസിന് ഗുണമാകുന്നില്ല എന്ന് മാത്രമല്ല, അത് നേരെ വിപരീതമായിട്ട് അതിന് വലിയ പരിക്കേൽപ്പിക്കുന്ന സാധനം. അത് ഡീപ്പ് കട്ട്സാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പല ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും റിപ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു ഔട്ട്ലുക്കിലാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു വിശ്വഗുരു എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ബിസിനസ് ഇൻട്രസ്റ്റുകൾ, അതുപോലെ ഇക്കോണമി, അതുപോലെയുള്ള സംഗതികൾക്ക് വലിയ പ്രാധാന്യം അവിടെ വരും. അപ്പോൾ നമ്മൾ പുരോഗമിക്കണം, നമ്മളുടെ ഈ പുരോഗമനം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനം എന്താണ്? ബിസിനസ്സുകൾ റൺ ചെയ്യുക എന്നുള്ളതാണ്. വ്യാപാര ബന്ധങ്ങൾ വേണം. നമ്മളുടെ രാജ്യത്ത് വന്ന് ഒരുപാട് ഇൻ്റർനാഷണൽ കമ്പനീസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അതിവിടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. അതിപ്പോൾ ഏത് കമ്പനിയെ നിങ്ങൾ എടുത്തോളൂ. ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാനിൽ അവിടെ ഉണ്ടായിരുന്ന പല ഇൻ്റർനാഷണൽ കമ്പനീസ്, മൾട്ടിനാഷണൽ കമ്പനീസ്, അവരുടെ ഓഫീസുകൾ പൂട്ടി പോവുകയാണ്. കാരണം എന്താണ്? അവിടെ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള തടസ്സങ്ങൾ, അതുപോലെ സെക്യൂരിറ്റി ഇഷ്യൂ ആണ് അതിൽ ഏറ്റവും പ്രധാനം. ഇപ്പോൾ പാകിസ്ഥാനിലൊരു പുതിയ എണ്ണപ്പാടം കണ്ടെത്തിയിട്ട് അത് കുഴിച്ചെടുത്ത് എണ്ണ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഇന്ത്യക്ക് പോലും ചിലപ്പോൾ ഗുണമാവും, പാകിസ്ഥാന് ഗുണമാവുന്നു. പാകിസ്ഥാൻ ഒരു വലിയ രാഷ്ട്രമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു സംഗതിയായിട്ട് പോലും അത് കുഴിച്ചെടുക്കാനുള്ള സംവിധാനം അവർക്കില്ല. ഇപ്പോൾ ഇന്ത്യയിലാണ് അത് കണ്ടുപിടിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ റിലയൻസും അദാനിയും എല്ലാവരും കൂടി അത് കുഴിച്ചെടുത്ത് എങ്ങനെയൊക്കെ എണ്ണയാക്കി എടുക്കും. അത് അവർക്ക് സ്വന്തമായിട്ടൊരു കമ്പനി പോലും ഇല്ല എന്നും കൂടി ആലോചിക്കുക. എന്നിട്ടും പുറത്തുനിന്നൊരു കമ്പനി വന്നിട്ട് അത് ചെയ്യാൻ നോക്കുന്നുണ്ടോ? അതുമില്ല. അതിന് അവർ പറഞ്ഞ കാരണം എന്താണ്? സെക്യൂരിറ്റി റീസൺസ് ആണ് പറഞ്ഞത്. അതായത് പാകിസ്ഥാനിലേക്ക് വന്നുകൊണ്ട് ഒരു എണ്ണ ശുദ്ധീകരണശാല ഉണ്ടാക്കി അതിൽ നിന്ന് എണ്ണയെടുത്ത് അത് നാട്ടുകാർക്ക് കൊടുത്ത് ഉണ്ടാക്കുന്ന ലാഭം, അതിൻ്റെ വലിയൊരു തുക അവർക്ക് അവരുടെ സ്വന്തം ഈ പറയുന്ന ഫാക്ടറി കാത്തുരക്ഷിക്കാൻ, ആരിൽ നിന്നും സ്വന്തം ജനതയിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ ചിലവാക്കേണ്ടി വരുന്നു, തീവ്രവാദികളിൽ നിന്നും അതുപോലെ മറ്റു പല ആളുകളും. അതുകൊണ്ട് തന്നെ അതിന് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരത് എടുക്കുന്നില്ല. ഇതാണ് ഈ പറയുന്ന പാകിസ്ഥാനിലെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണ് പറയുന്നത് ഇന്ത്യ അങ്ങനെ ഒരു ഡീസ്റ്റെബിലൈസ്ഡ് ആയി പോവുക ഉള്ള ഒരു സാധ്യത പോലും അത് മുൻകൂട്ടി കണ്ട് അതിനെ ചെറുക്കുക എന്നുള്ളതാണ് നമ്മളുടെ
നിലവിലുള്ള രീതി എന്ന്. അതിന് കോട്ടം തട്ടുന്ന എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിനെയാണ് ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല ഉയർന്നു വരുന്ന സമ്പദ് ഘടനയുള്ള നല്ല നല്ല രാജ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ നൈജീരിയ, സുഡാനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ മൊസാംബിക് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ പല പല സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പണ്ടുണ്ടായിരുന്നതിനേക്കാളും വലിയ തോതിൽ അവിടെ പുരോഗമനം വരുന്നു, പുതിയ കമ്പനികൾ വരുന്നു, ബൂം ഉണ്ടാകുന്നു, പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ന് നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അട്ടർ ഫെയിലിയർ ആവുന്നു, അല്ലെങ്കിൽ അവിടെ വീണ്ടും ഈ പറയുന്ന ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നു. അത് നിരന്തരം നടക്കുകയാണ്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും. പുറത്തുനിന്ന് ആരും വരില്ല. ഇപ്പോൾ നമുക്ക് തന്നെ അറിയുന്ന നമ്മളെ മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനായാലും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അവിടെ കമ്പനി ഇട്ടിട്ടുള്ള ആളുകൾ പോലും ഒരു ചെറിയ ഒരു ആഭ്യന്തര കലാപം വന്നു എന്നതിൻ്റെ പേരിൽ 10, 50, 100 ലക്ഷം ഒക്കെ അവിടെ ഇട്ടെറിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ ജീവനും കൊണ്ട് ഓടി വന്നതിൻ്റെ കഥ നമുക്കറിയാം. അപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ഒരു സ്ഥലത്ത് പോയി നിങ്ങളൊരു 5 രൂപ മുടക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരണം. അങ്ങനെ ഒരു നാട് നിങ്ങൾക്ക് കോൺഫിഡൻസ് തരണം. ഇത് ഇന്ത്യയിലുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ടത്. അത് കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഏത് ഭരണാധികാരിയുടെയും ലക്ഷ്യമാണ്. അതിനെ പുല്ല് വില കൊടുക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ അടിച്ചൊതുക്കുക എന്നത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യമായിരിക്കേണ്ടത്. പക്ഷേ അവിടെയാണ് പലപ്പോഴും നമുക്ക് മിസ്സാവുന്നത്. ഹമാസിനെ നിരോധിക്കാതിരിക്കുന്നതടക്കം വിഷയമാവുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഇതുപോലുള്ള അറസ്റ്റുകളൊക്കെ നിരന്തരം വരുമ്പോൾ ഞാൻ അവിടെ ചോദിക്കുന്നത്, ഇതുപോലെ ഒരു ഇസ്ലാമിക തീവ്രവാദം പോലെ മറ്റേത് ഒരു ഹിന്ദു തീവ്രവാദം ഇങ്ങനെ എന്താണ് അണ്ടർഗ്രൗണ്ടിൽ നടത്തി അതിനു വേണ്ടിയിട്ട് സംഗതികൾ ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. ഇതിൻ്റെ എന്ത് തെളിവാണ്? എവിടെയാണ് അറസ്റ്റുകൾ നടക്കുന്നത്? എവിടെയാണ് തെളിവുകളുള്ളത്? എവിടെയാണ് അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് മൂവ്മെൻ്റ് ഉള്ളത്? ഇൻ്റർനാഷണൽ സപ്പോർട്ട് എവിടെയാണുള്ളത്? എവിടെയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനത്തിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത്. ഇപ്പോഴെങ്കിലും നിങ്ങളത് മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയാം. കാരണം ഇങ്ങനെ ഇനി ഇത് പറയുമ്പോഴും മനസ്സിലാക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ പറയാറുള്ളത് തന്നെയാണ്, ഒരു ഡീ റാഡിക്കലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാം. അതായത് ഇതുപോലെ തീവ്രവാദത്തിലേക്കൊക്കെ എത്തപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആകൃഷ്ടരായിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം അത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അത് ഏത് മതത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്? അത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ്? അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണോ? അത് എന്താണ് ഡിംഗമത വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണോ? ജൂതന്മാർക്ക് വേണ്ടിയിട്ടാണോ? ജൈനന്മാർക്ക് വേണ്ടിയിട്ടാണോ? ബുദ്ധന്മാർക്ക് വേണ്ടിയിട്ടാണോ? നിരീശ്വരവാദികൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല, അതൊരൊറ്റ മതത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്? അത് ഇസ്ലാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ടാക്സ് പേയേഴ്സിൻ്റെ മണിയല്ല ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പബ്ലിക് എക്സ്ചക്കറാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് അതിന് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ അവിടെ കടന്നു വരുന്ന മതത്തിനെ നമ്മൾ പേപ്പട്ടി മതം എന്നല്ലാതെ പിന്നെ എന്തെന്നാണ് വിളിക്കേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന ജഡ്ജി അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൂടി കേൾക്കാൻ വേണ്ടിയായി പറയണം എന്തുകൊണ്ട് ഞാൻ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നു. ഇതാണ് അതിൻ്റെ കാരണം. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് പോലും അത് ഇതേപോലെ ഒരു സംഗതിക്ക് ചെലവഴിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഈ മതത്തിന് തന്നെയാണ്. ആ മതം മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ അത്രമാത്രം പ്രൊനൗൺസ്ഡ് ആയതുകൊണ്ടാണ് ഇതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് ഉന്നയിക്കേണ്ടി വരുന്നതും ഇതിനെ നിരന്തരം നമ്മൾ ഇതുപോലെ പിന്നാലെ നടന്ന് വിമർശിക്കേണ്ടി വരും. ഇത് അപ്പോഴും വന്നിട്ട് ചോദിക്കും, എന്തുകൊണ്ട് എന്താ ഇസ്ലാമിനെ മാത്രമേ ഇസ്ലാമിനെ പേ പിടിച്ചിട്ടുള്ളൂ, ബാക്കി മതങ്ങൾക്ക് പേ പിടിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇവിടെ നമ്മൾ അത് ഒന്ന് പറയുകയാണ്. ഇനി അവിടെ ഈ സംഗതി പറയുന്ന സമയത്ത് ഒരു വാർത്ത ശ്രദ്ധയപ്പെട്ടു. ഹിന്ദു ഔട്ട്ഫിറ്റ് ലീഡർ ഹെൽഡ് ഫോർ പോയ്സണിങ് സ്കൂൾ വാട്ടർ ടു ഗെറ്റ് മുസ്ലിം പ്രിൻസിപ്പൽ ഔസ്റ്റഡ്. ഇതാണ് ഒരു വാർത്ത. അതായത് നമ്മളുടെ വാട്ടർ ടാങ്കിൽ ഒരു കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് പോയ്സൺ കലക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ പ്രശ്നമൊക്കെ വന്നു കഴിയുമ്പോൾ പ്രിൻസിപ്പാളിൻ്റെ തലയിലേക്ക് ഇട്ട് പ്രിൻസിപ്പാളിനെ അവിടുന്ന് തട്ടും, എന്നിട്ട് ഒരു ഹിന്ദുവിനെ അവിടെ സ്ഥാപിക്കണം. ഇതാണ് അവരുടെ ലക്ഷ്യം. ഇത് അവർ പ്ലാൻ ചെയ്യുന്നു, നടപ്പിലാക്കുന്നു, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതിൽ അറസ്റ്റ് ചെയ്യുന്നു. 3 ഹിന്ദുക്കളായിട്ടുള്ള തീവ്രവാദികൾ അവിടെ പിടിക്കുന്നു, ഹിന്ദു തീവ്രവാദികളെ പിടിക്കുന്നു. ഇതാണ് സംഭവം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നമ്മളുടെ മറ്റേ വാർത്തകളിൽ പറയാം. ഈ വരുന്ന ദിവസം ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നമുക്ക് പറയാം. പക്ഷേ ഞാനിവിടെ ഇത് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ഈ വാട്ടർ ടാങ്കിലെ അതിൽ വിഷം കലക്കണ്ടേ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതാരാണ് ഇവിടെ പഠിപ്പിച്ചത്? ഈ മുണ്ട് പൊക്കി നോക്കിയിട്ട് മതം നോക്കുന്ന ആ ശീലം അതാരാവിടെ പഠിപ്പിച്ചത്? അത് ഹിന്ദുവിൻ്റെ ഒറിജിനൽ ഒരു സാധനമല്ല. ഈ പറയുന്ന വാട്ടർ ടാങ്കിൽ വെള്ളം അതിനകത്ത് വിഷം കലക്കാൻ പഠിപ്പിച്ചത് അത് ഹിന്ദു അല്ല. അത് പഠിപ്പിച്ചത് ഇവിടുത്തെ കാക്കാമാർ തന്നെയാണ്. ഐസിസിൽ പോയ അബ്ദുൾ റാഷിദ് അബ്ദുള്ള ഇവിടെ ടി വിയിലൂടെ വന്ന് നമ്മുടെ മുന്നിൽ വന്ന് ഇവിടെ പ്രസംഗിച്ചത് നമ്മളിവിടെ കേട്ടതാണ്. അപ്പോൾ അത് നമ്മളിവിടെ പറയണ്ടേ? അത് സംഗതികൾ ഇവിടെ വന്നുകൊണ്ട് ഈ തീവ്രവാദം ഒരു വശത്ത് ചെയ്ത് കാണിക്കും. അത് മറ്റുള്ള തീവ്രവാദികൾക്കും അത് മോഡലായിട്ട് മാറും. അതുതന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അതേപോലെ എന്തെല്ലാം കുംഭമേളയില്ലേ, അതിനകത്തേക്ക് വണ്ടി ഇടിച്ച് കയറ്റണം. വണ്ടി ഇടിച്ച് കയറ്റുന്നതിൻ്റെ കഥ നമ്മൾ യൂറോപ്പിൽ നിന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ നമ്മൾ പറഞ്ഞു, അതായത്
ഈ എന്താണ് ആൻറ്റി ടെററിസം ബോളറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് റോഡുകളിൽ നടപ്പാതകളിൽ മുഴുവൻ സാധനങ്ങൾ കുത്തി ഇങ്ങനെ നാട്ടി വെച്ചിരിക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ പേര് തന്നെ അങ്ങനെയായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ആൻറ്റി ടെററിസം ബോളറ്റ്, വണ്ടി ഇടിച്ച് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഏത് വണ്ടി? കാരണം ഇത് ലണ്ടൻ ബ്രിഡ്ജിലും അങ്ങനെ പല 1-2 സ്ഥലത്ത് ഇത് വന്നപ്പോൾ പിന്നെയാണ് ഇത് മനസ്സിലാകുന്നത്, ഇത് ജിഹാദികൾക്ക് ബോംബിൻ്റെയോ അതല്ലെങ്കിൽ തോക്കിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അവർക്കിപ്പോൾ പുതിയൊരു ആയുധമുണ്ട്, അത് കയ്യിലിരിക്കുന്ന വണ്ടിയാണ്, അത് ഇടിച്ച് കയറ്റുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോൾ പുതിയ ആയുധം എന്ന് വന്നപ്പോൾ പിന്നെ എന്താ വഴി? പിന്നെ വന്ന വഴി എന്ന് പറഞ്ഞാൽ അത് ഇതുപോലുള്ള സാധനങ്ങളെ വണ്ടി ഇടിച്ച് കയറ്റുക എന്നുള്ള സംഗതി വന്നു കഴിയുമ്പോൾ അത് തടുക്കാനുള്ള വഴി നോക്കാം. അതിതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കേട്ടാം. അതല്ലാത്ത എന്താ പറയുക, ഹിന്ദുയിസം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്ത് ഇസമാവട്ടെ, എന്ത് മതമാവട്ടെ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത്. അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ടും നിങ്ങൾ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികളെ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്ടിട്ട് അവരെ തീർക്കുക. അല്ലെങ്കിൽ ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക. എന്നിട്ട് അവരെ ഗ്യാതറിങ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ. തൃശ്ശൂർ പൂരമുണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്. എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ അവരെ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ദൗലത്തുൽ ഇസ്ലാമിലെ നമ്മളെ കേട്ടല്ലോ. ഇത് ആരാ പറയുന്നത്? അബ്ദുൾ റാഷിദ് അബ്ദുള്ള. ഇത് ടി വിയിൽ പ്രശ്നം ചെയ്താണ്. ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ട് ഇതിന്നിപ്പോൾ ബാക്കിയുള്ള ആളുകൾ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ അതിനെ ഇതേപോലെ വന്നിട്ട് നിലവിളിക്കാൻ നിന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ തുടക്കം വെച്ച് ഇതുപോലെ ഒരു സ്പ്രീ അതിന് ഇഗ്നൈറ്റ് ചെയ്ത്, നമ്മൾ പറയും ഒരു ഡോമിനോ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ഫിഷൻ പോലെയാണ്. ഇത് തുടങ്ങിയാൽ പിന്നെ അത് അങ്ങ് പോവും. ഒരു ചെയിൻ റിയാക്ഷനായിട്ട് അങ്ങ് പോവും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് മനസ്സിലാക്കുക. നിങ്ങൾ ഈ നാട്ടിൽ ഇറക്കിക്കൂടി ഇരിക്കുന്ന ടെറർ അത് കൊടുത്താൽ തിരിച്ചും കിട്ടുന്ന സാധനമാണ്. അത് തിരിച്ചു കിട്ടുമ്പോൾ മാത്രം നിലവിളിച്ചാൽ പോരാ, അത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് നിലവിളിച്ചിട്ട് ഇത് നിർത്താനും കൂടി ഈ മുസ്ലിങ്ങളൊന്ന് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഞാൻ പറയും. അത് പറയുമ്പോൾ അത് ബാലൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഹിന്ദുക്കൾ ചെയ്യുന്നതിനെ നിങ്ങൾ കുറച്ച് കാണുന്നു. ഞാൻ തൽക്കാലം ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എന്താണ്, ഇതിൻ്റെ തുടക്കം, ഞാനൊരു ഡോക്ടറാണ്, റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി. അതുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന, അതായത് ആ റൂട്ട് കോസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്താലേ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പുറത്ത് കാണിക്കുന്ന ഈ വെള്ള പെയിൻ്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ മൂടിയിട്ടിട്ട് സാധനങ്ങൾ മറച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നമില്ല, ഓക്കെയാണെന്ന് പറയുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല. ഇവിടെ ഈ സംഖ്യ വളരുന്നതാണ് നിങ്ങളുടെ പ്രശ്നം, ഹിന്ദു തീവ്രത വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് വളർത്തുന്ന സാധനത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാം. ഇതൊരു ഹിന്ദുവിൻ്റെ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമുള്ള ഒരു വലതുപക്ഷത്തിൻ്റെ പ്രശ്നമല്ല. ലോകം എമ്പാടും ഇന്ന് റൈറ്റ് വിങ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു, വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ അങ്ങ് നമ്മളുടെ ജർമ്മനിയിൽ AfD എന്നൊക്കെ പറയുന്ന വളരെ തീവ്രമായ വലതുപക്ഷം എന്നൊക്കെ പറയുന്ന അവിടുത്തെ നാട്സികളുടെ പോലും പിന്മുറക്കാരാണെന്ന് വിളിക്കുന്ന രീതിയിലുള്ള ആളുകളാണ് അവിടെ വന്നിരിക്കുന്നത്. ഇറ്റലിയിൽ നമ്മളുടെ മെലോണി അവിടെ വന്നിരിക്കുന്നത് മറ്റൊരു വലതുപക്ഷം. അങ്ങനെ നെതർലാൻഡ്സിലെ കാര്യം പറയുന്നു. അങ്ങനെ യൂറോപ്പിലെ എവിടെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീവ്ര വലതുപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ട്രംപ് വളരെ വലതുപക്ഷം എന്ന് പറയുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ നിങ്ങൾ ഈ ഒരു സാധനം വരുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല. അത് പറയേണ്ടത് ആദ്യം ഇതാണ്. ഇത് പറഞ്ഞിട്ടേ മറ്റത് പറയണ്ടു എന്നത്. ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തിട്ടേ കാര്യങ്ങൾ പറയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.